നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ നാം കണ്ടതാണ് തുർക്കി നിർമ്മിത ഡ്രോണുകൾ പാകിസ്ഥാൻ ശേഖരിച്ചു വെച്ചിട്ട് ഇന്ത്യക്ക് നേരെ പറത്തിവിടുന്നത്. ഈ ഡ്രോണുകളെല്ലാം നമ്മൾ തകർത്തെറിയുകയും ചെയ്തു. റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വലിയൊരു തോക്ക് പോലെ തോന്നുന്നൊരു ഉപകരണം, ആയുധവുമായി നിൽക്കുന്നൊരു ചിത്രം ഏവരുടെയും ശ്രദ്ധയും ആകർഷിച്ചു. ദ്രോണം എന്നാണ് എൻ്റെ പേര്. എന്താണത്? ഡ്രോണുകളെ തകർക്കുന്ന ഡ്രോൺ വേധ ഉപകരണം, ആയുധമാണത് ദ്രോണം. അത് ഇന്ത്യ കണ്ടുപിടിച്ചതാണ്, ഇന്ത്യയുടേതാണ്. അപ്പോൾ BSF ജവാന്മാർക്ക് ഈ ആയുധങ്ങൾ ഇനി സപ്ലൈ ചെയ്യും. സൈമൾട്ടേനിയസ്ലി ബംഗ്ലാദേശ് എന്താ ചെയ്തത്? ബംഗ്ലാദേശ് വ്യോമസേനയും ചൈനയുമായൊരു ടൈപ്പ് എത്തിയിരിക്കുന്നു. തുർക്കിയുമായിട്ടല്ല, ബംഗ്ലാദേശും ചൈനയുമായിട്ട്. ചൈന ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഡ്രോണുകൾ നിർമ്മിച്ച് ബംഗ്ലാദേശ് വ്യോമസേനയ്ക്ക് കൈമാറും. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ കമ്പിവേലി പോലുമില്ല. ചിക്കൻ്റെ ഇടനാഴി അടക്കമുള്ള അതീവ നിർണായകമായ തന്ത്രപ്രധാനമായ ഒരു അതിർത്തി. ഡ്രോണ് മാത്രമല്ല, ശത്രുവാഹനങ്ങൾക്കും ബംഗ്ലാദേശിലെ വാഹനങ്ങൾക്കെല്ലാം നമ്മുടെ ബംഗ്ലാദേശ് ഇന്ത്യ ഭൂമിയിലൂടെ നമ്മുടെ റോഡ് മാർഗമുള്ള എല്ലാ വ്യാപാര റോഡുകളും അടച്ച് സീൽ ചെയ്തിട്ടുണ്ട്. മാസങ്ങളായി, 3-4 മാസമായി. എന്നിട്ടും ഏത് വഴിയിൽ കൂടിയും ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യ കടുത്ത ഡ്രോൺ ഭീഷണി നേടുകയാണ്. ഇപ്പോൾ എന്താണ് ഈ ചൈന ബംഗ്ലാദേശിന്റെ മണ്ണിൽ വന്ന് ഒരു ഡ്രോൺ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ബംഗ്ലാദേശ് തീരെ ദരിദ്രമായൊരു രാജ്യമാണ്. സൈനികപരമായിട്ട് ബംഗ്ലാദേശ് വ്യോമസേന എന്നൊക്കെ പറഞ്ഞാൽ അത്ര കരുത്തുള്ളതല്ല. ചൈനയുടെ ലക്ഷ്യം എന്തായിരിക്കും? ബംഗ്ലാദേശിന്റെ ലക്ഷ്യം എന്താണ്? ഇപ്പോൾ മാറി വരുന്ന ലോകക്രമത്തിൽ അലയൻസുകൾ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തുർക്കി നമുക്കറിയാം, ഒരു യാഥാസ്ഥിതിക ഇസ്ലാം രാഷ്ട്രമായിരുന്നിട്ട് പോലും ഒരു യൂറോപ്യൻ രാജ്യമായതുകൊണ്ട്, യൂറോപ്പിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട്, യൂറോപ്പിലെ രോഗബാധിതൻ എന്നാണ് അറിയപ്പെടുന്നത്, യൂറോപ്യൻ രാജ്യമായതുകൊണ്ടും ടെക്നോളജിക്കലി അവർ ഒരുപാട് അഡ്വാൻസ് ആയതുകൊണ്ടും ഇന്ത്യ ഒരു സൗഹൃദപരമായ ഒരു രീതിയിൽ നിർത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു തുർക്കി. തുർക്കിയും ഇന്ത്യയുമായിട്ടുള്ള ആ സൗഹൃദം വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. പക്ഷേ കൃത്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അടി നമുക്ക് കിട്ടുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് മുമ്പായിട്ട് ഒരു മിലിറ്ററിയുടെ ഒരു നേവൽ കപ്പലിൽ ഡ്രോണുകൾ കംപ്ലീറ്റ് കൊണ്ട് ഡംപ് ചെയ്യുകയാണ് ചെയ്തത്. വിമാനങ്ങളിലും കൊണ്ടിറക്കിയായിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അലയായിരുന്നു. നമ്മൾ ഇപ്പം പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമേരിക്ക എന്തായാലും പാകിസ്ഥാനോട് നിൽക്കില്ല എന്നൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. റഷ്യ എന്തായാലും പോകത്തില്ല. അപ്പം വേൾഡ് പവർ ആരും അവരുടെ കൂടെ നിൽക്കില്ല എന്ന് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഇനി വേറൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ട്. ഈ 3 രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു മിനി മുസ്ലിം നാറ്റോ ഉണ്ടാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനും തുർക്കിയും സൗദിയുമായിട്ട് ചേർന്നിട്ട്. അപ്പോൾ സൗദിയൊക്കെ നമ്മളൊരു സൗഹൃദ രാഷ്ട്രമായിട്ടാണ് നമ്മളിപ്പോഴും കണക്കാക്കി വരുന്നത്. പക്ഷേ ഈ ഒരു ഇസ്ലാമിക രാജ്യങ്ങളുടെ സംരക്ഷണം വരുമ്പോഴത്തേക്ക് അവരുടെ ഖലീഫ എന്ന് അവകാശപ്പെടുന്ന തുർക്കിക്ക് ഈ കാര്യത്തിൽ ഒരു വലിയ സേവ് ഉണ്ട്. അപ്പോൾ നമ്മൾ തുർക്കി അവരുടെ ഡ്രോണുകളും UAVയും കൊടുക്കുക മാത്രമല്ല, അപ്പോൾ അത് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി, ഡ്രോൺ മേക്കിംഗ് ഫാക്ടറി ഇസ്ലാമാബാദിനടുത്ത് അവർ സ്ഥാപിക്കാനുള്ള കരാറായി കഴിഞ്ഞു. അതിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത യുദ്ധം വരുന്നത് നമ്മൾ പണ്ട് സ്റ്റാർ വാർസിലൊക്കെ കണ്ട മാതിരി വിമാനങ്ങളും തോക്കുകളും ഒന്നുമല്ല, മിസൈലുകളും ഒന്നുമല്ല യുദ്ധം ചെയ്യാൻ പോകുന്നത്. അടുത്ത ഡ്രോണുകളാണ്. അടുത്തല്ല, നമ്മുടെ അടുത്ത യുദ്ധം ഡ്രോണുകളാണ്. പക്ഷേ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ വ്യോമത്താവളങ്ങൾ വരെ, സൈബീരിയക്ക് അടുത്തുള്ള 2000 കിലോമീറ്റർ അകലുള്ള വ്യോമത്താവളങ്ങൾ വരെ ഡ്രോൺ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പിന്നെ വിമാനങ്ങൾ കുറവാണ്, സ്ക്വാഡ്രൺ കുറവാണെന്നൊക്കെ പറഞ്ഞ് ലോകത്തെല്ലാവരും നിലവിളിക്കുമ്പോഴത്തേക്കും അത് ആൾക്കാർ നിലവിളിച്ചോട്ടെ, പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ടാർഗറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്രോണാണ്. ഡ്രോണുകൾ നല്ല രീതിയിൽ നമ്മൾ വികസിപ്പിക്കുന്നുണ്ട്, മിസൈലുകൾ നല്ല രീതിയിൽ വികസിപ്പിക്കുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. കാര്യം ഈ ഡ്രോണുകൾ അവരാക്രമിക്കാൻ നമുക്ക് ഡ്രോണുകൾ വേണം. അവിടുന്ന് വരുന്ന ഡ്രോണുകളെ ചെറുക്കാൻ നമുക്ക് ചെറിയ കുഞ്ഞൻ മിസൈലുകൾ വേണം.
ഇപ്പോൾ നിങ്ങളൊക്കെ ഇപ്പം ഈ ജനറേഷനിലുള്ള ആൾക്കാർ കളിയാക്കുന്ന ഒരു വെപ്പൺ ഇന്ത്യയിലുണ്ട്. അത് പിച്ചോറ എന്ന് പറയുന്ന സാമാണ്, സർഫസ് ടു എയർ മിസൈലാണ്. ഈ പിച്ചോറയുടെ കാലപ്പഴക്കമൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് അത് ജനിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. 1961 ഈ പിച്ചോറ എന്ന് പറയുന്ന സാം ഡെവലപ്പായി തുടങ്ങിയത്. ഇന്ത്യ ഉണ്ടാക്കിയതല്ലോ. ഇല്ല, ഇന്ത്യയിൽ റഷ്യ തരുന്നത് 71 74 കാലഘട്ടങ്ങളിലാണ് അത് ഫുള്ളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എയർഫോഴ്സിൽ നിന്ന് വരുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം 99 തന്നെ പിച്ചോറ ഏകദേശം ഡംപ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പോയി. കാര്യം നമ്മൾ പുതിയ അഗ്നി, ആകാശം തുടങ്ങിയ മിസൈലുകളൊക്കെ പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ഈ പിച്ചോറയെ പറ്റിയിട്ട് ആൾക്കാരെല്ലാം ഒരു കളിപ്പാട്ടം എന്നുള്ള രീതിയിൽ കളിയാക്കുകയാണ്. ഓൾഡ് ജനറേഷൻ. ഇപ്പോൾ നമ്മൾ കളിയാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇന്നത്തെ പുതിയ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനി, അത് മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന ഒരു കമ്പനിയാണ്. അവർ ചേർന്നിട്ട് ഈ പിച്ചോറ 25 സ്ക്വാഡൻ നമുക്കുണ്ട്. ഈ പിച്ചോറ സ്ക്വാഡൻ എല്ലാം നമ്മൾ റീവാമ്പ് ചെയ്യാണ്, അതിനെല്ലാം റീഫർബിഷ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പുതിയ വെപ്പണറി കൊടുക്കുന്നുണ്ട്. DRDO അതിനകത്ത് നിറയ്ക്കേണ്ട പുതിയ അമ്യുനേഷൻസ് കൊടുക്കുന്നുണ്ട്. നമ്മളത് വികസിപ്പിച്ചെടുക്കുകയാണ്. ഈ ലോകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്ത്യയും പുറവും മാത്രമാണ് ഈ പിച്ചോറ ഉപയോഗിക്കുന്നത്. റഷ്യയൊക്കെ പണ്ടേ ഇതിനെപ്പറ്റി മറന്നു കഴിഞ്ഞു. പിച്ചോറ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇനിയും നമ്മൾ ഉപയോഗിക്കും. കാര്യം പിച്ചോറ എന്ന് പറയുമ്പോഴത്തേക്ക് ലോ റേഞ്ചിൽ, ലോ ആൾട്ടിറ്റ്യൂഡിൽ, ഷോർട്ട് റേഞ്ചിൽ നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അമ്യുനേഷനാണ് പിച്ചോറ. ഏകദേശം 35 തൊട്ട് 75 കിലോമീറ്റർ വരെ ആണ് അതിൻ്റെ പരിധിയെങ്കിലും വളരെ ഷാർപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഇതിനകത്ത് നമ്മൾ ഒരുപാട് കോസ്റ്റ് കട്ടാവുന്നുണ്ട്. കാര്യം പിച്ചോറ നമ്മൾ ഡെവലപ്പ് എടുക്കുന്നത് വളരെ നിസ്സാരമായ തുകയ്ക്കാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു 10-12 കോടി രൂപയ്ക്കാണ് നമുക്കത് ഒരു റീഫർബിഷ് ചെയ്തിട്ട് തിരിച്ച് അറേഞ്ച് ചെയ്തത്. നമ്മൾ ആയിരക്കണക്കിന് കോടി രൂപ നമ്മൾ ചിലവാക്കുന്നിടത്താണ് ഈ നിസ്സാര തുകയ്ക്ക് നമ്മൾ 25 പിച്ചോറ സ്ക്വാഡ്രൺ നമ്മൾ ഇത് നമുക്ക് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് വരുന്ന യുദ്ധങ്ങളിൽ ഈ ഡ്രോണുകൾ വരുമ്പോഴത്തേക്ക്, മാത്രമല്ല നമ്മളിപ്പോൾ കളിയാക്കിയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയെങ്കിലും നമ്മൾ പുതിയ സുദർശന ചക്ര എന്ന് പറയുന്ന മൾട്ടി ലെയർ എയർ ഡിഫൻസിനകത്ത് പിച്ചോറയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. അതും കൂടെ ചേർന്നിട്ടാണ് നമ്മളിത് വരുന്നത്. അതുകൊണ്ട് നമ്മളിതിന് വേണ്ടിയിട്ട് ചിലവാക്കിയ പൈസ, അല്ലെങ്കിൽ നമ്മൾ പഴയതെന്ന് പറഞ്ഞുകൊണ്ട് വിൻറ്റേജ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കളയാനിരുന്ന ഒരു സാധനമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതായത് ഒരു ക്ലോസ് ആയിട്ടുള്ള റേഞ്ചിൽ വരുന്ന ഏത് ആക്രമണകാരിയായ സർഫസിൽ നിന്ന് നമ്മൾ കാറ്റിൻ്റെ ഇടയ്ക്ക് ഒളിച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഫയർ ചെയ്യുന്ന ഒരു സാധനമാണ്. ചെറിയ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള വെഹിക്കിളാണ് പിച്ചോറയുടെ. ചെറിയൊരു 2-3 മരങ്ങളുടെ മരം ഉണ്ടെങ്കിൽ ഈ പിച്ചോറയുടെ മര്യാദയ്ക്ക് ഇരുന്നുള്ളൂ. RPG പോലെ ചെന്ന് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഈ സാധനം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ഷാർപ്പാണ്, ഭയങ്കര ടാർഗറ്റഡ് ആണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു മെഷീനറീസ് ഒന്നും നമ്മുടെ ഇല്ല. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്, മേക്ക് ഇൻ ഇന്ത്യയിൽ വരുന്നതാണ്, ആത്മനിർഭർ ഭാരതിൽ വരുന്നതാണ്. ഇപ്പോൾ പിച്ചോറ സ്ക്വാഡൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ എയർഫോഴ്സിൻ്റെ സ്ക്വാഡൻസ്, വിമാനങ്ങളുടെ സ്ക്വാഡൻസ് കുറവാണെങ്കിൽ പോലും മറ്റ് വെപ്പണറീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ മുന്നിൽ നിൽക്കുകയാണ്. അതിനെപ്പറ്റിയിട്ട് ആരും അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. സ്ക്വാഡൻ്റെ കുറവ് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ വിമാനങ്ങളെക്കാളും കൂടുതൽ നമുക്ക് വേണ്ടത് കൂടുതൽ മിസൈലുകളും, കൂടുതൽ ഡ്രോണുകളും, കൂടുതൽ UAVs, കൂടുതൽ ലോയിറ്ററിംഗ് മെഷീൻസുമാണ് വേണ്ടത്. അല്ല, അതാണ് ചരിത്ര നിയോഗം എന്ന് പറയുന്നത് അല്ലേ. കാരണം റഷ്യ പിച്ചോറയെ മറന്നു കഴിഞ്ഞു. പക്ഷേ റഷ്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയ ഉക്രൈൻ ഡ്രോണുകളാണ്. 1000-1200 ഡ്രോണുകൾ ഒരേ സമയം ചെന്ന് റഷ്യൻ നഗരങ്ങളിലും റഷ്യയുടെ വൈദ്യുതി നിലയങ്ങളൊക്കെ തകർത്തു. വ്യോമത്താവളങ്ങൾ വരെ തകർത്ത ആ ഡ്രോണുകളെ തകർക്കാൻ റഷ്യ അന്ന് പിച്ചോറയെ ഇന്ത്യ ചെയ്യുന്നത് പോലെ വിൻറ്റേജാക്കി മാറ്റാതെ പുനഃസ്ഥാപിച്ചിരുന്നെങ്കിൽ നന്നല്ല. ഇപ്പോൾ ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ്, ഒന്ന് പാകിസ്ഥാൻ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. 2 അവർ ലോയിറ്ററിംഗ് മെഷീൻസ് അവർ കൊടുക്കുന്നുണ്ട്. പാകിസ്ഥാന് വേണ്ടിയിട്ട് അവർ ലോയിറ്ററിംഗ് മെഷീനും ഇവർക്ക് കൊടുക്കുന്നുണ്ട് പാകിസ്ഥാന്. ബംഗ്ലാദേശുമായിട്ട് ബംഗ്ലാദേശ് എയർഫോഴ്സും ചൈനീസ് CETC എന്ന് പറയും, ചൈനീസ് ടെക്നിക്കൽ ആൻഡ് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയാണ്. അപ്പോൾ ഇവരും ആയിട്ട് ചേർന്നിട്ട് കൂടുതൽ ഡ്രോണുകൾ ഡെവലപ്പ് ചെയ്യാനും, ഈവൻ അതിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് അവർ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. മുൻപൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിന് ആ എക്യുപ്മെൻറ്റിൻ്റെ പുറത്തും അതിൻ്റെ സപ്ലൈയുടെ പുറത്തും അതിൻ്റെ സ്പേഴ്സിൻ്റെ പുറത്തും ഒക്കെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ടെക്നോളജി ട്രാൻസ്ഫർ കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് 2 ഭ്രാന്തൻ രാഷ്ട്രങ്ങളാണ്. ഇപ്പോൾ ഇന്നലെ നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ചീഫ് അഡ്വൈസർ തന്നെ പറഞ്ഞു, ലോക രാജ്യങ്ങളുടെ ഇടയ്ക്ക് ബംഗ്ലാദേശ് അറിയപ്പെടുന്നത് ഒരു വ്യാജ രാഷ്ട്രമെന്നാണെന്നാണ്.
കാര്യം അവിടെ വ്യാജ ഡോക്ടർമാർ, പൈലറ്റുമാർ എല്ലാം വ്യാജന്മാരാണ്. അയാൾ പറഞ്ഞു കേട്ടപ്പോൾ ചിരി എനിക്ക് വന്നത് വേറൊരു കാര്യത്തിലാണ്. കാര്യം അവിടുത്തെ ഈ ചീഫ് മുഖ്യ ഉപദേശകൻ എന്ന് പറയുന്ന ആളും ഒരു വ്യാജനാണ്. നൊബേൽ സമ്മാനം കാണിച്ചത് വ്യാജനാണ്. ആ രാജ്യത്തിന്റെ മുഖ്യ ഭരണാധികാരി ആയതും വ്യാജനായിട്ടാണ്. അപ്പോൾ ആ വ്യാജന്റെ കീഴിൽ ഉണ്ടാകുന്നതെല്ലാം വ്യാജനല്ലേ ആവത്തുള്ളൂ. അപ്പോൾ ആ വ്യാജന്മാരുണ്ടാക്കുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാജന്മാരുണ്ടാക്കുന്ന രാജ്യമാണ് ചൈന. അവരും ബംഗ്ലാദേശും കൂടെ ചേർന്ന് കഴിഞ്ഞ് മൊത്തം ലോകത്ത് വ്യാജ ഉപകരണങ്ങളിലൂടെ ഉണ്ടാക്കി അത് ഇങ്ങനെ പടർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ഭൂഖണ്ഡത്തിൻ്റെ സുരക്ഷ വളരെ അപകടകരമായ ഒരു കാര്യത്തിലാണ് പോകുന്നത്. ഈ പാകിസ്ഥാന് മറ്റേ യുദ്ധ പീരങ്കികൾ ചൈന സപ്ലൈ ചെയ്തതിലാകാതിരുന്നാൽ മതിയായിരുന്നു. കാരണം അത്യാവശ്യത്തിന് പാകിസ്ഥാൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു ടാങ്കും പ്രവർത്തിച്ചില്ല. അതൊക്കെ ഒരു പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യാതെ നശിച്ചു പോയി. അത് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ പറയാം. ഇന്ത്യ പുതിയ ടാങ്കറുകളും മറ്റു കാര്യങ്ങളുമായിട്ട് ഇന്ത്യ വരുന്നുണ്ട്. മാത്രമല്ല, ഇപ്പം ശ്രീലങ്ക ആയാലും ചൈനയുടെ കയ്യിൽ ഒരു കളിപ്പാവയാണ്. ബംഗ്ലാദേശ് പൂർണ്ണമായിട്ടും ചൈനയുടെ കയ്യിൽ അമർന്നു. കാര്യം ബീഗം ഖാലിദ സിയ മരിച്ചു, അവരുടെ മകൻ അടുത്ത അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്നു. പിന്നെ പഴയ പ്രധാനമന്ത്രി ഇന്ത്യയിൽ തടവിലാണ്. അപ്പം വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലോട്ടാണ്. ഏകദേശം ചൈനയുടെ ഒരു ഭാഗമായി എന്നുള്ള രീതിയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നതെന്നാണ് കാര്യം. ബംഗ്ലാദേശിൻ്റെ കാര്യം, ചൈനയ്ക്ക് അധികം പോർട്ടുകളില്ലല്ലോ. ബംഗ്ലാദേശിൻ്റെ പോർട്ടുകളെല്ലാം ചൈനയ്ക്ക് അങ്ങ് ഉപയോഗിക്കാൻ കൊടുത്തേക്കാണ് അൺകണ്ടീഷണലായിട്ട്. അപ്പോൾ അവർ ചൈനയും ബംഗ്ലാദേശും കൂടെ ചേർന്ന് ഇന്ത്യക്ക് വലിയൊരു ത്രെട്ട് നേവി വകയും ഉണ്ടാക്കുന്നുണ്ട്. കാര്യം ഈ ബംഗ്ലാദേശിൻ്റെ മിക്ക വെപ്പണറിയും ചൈനീസ് മെയ്ഡാണ്. ഏകദേശം 100% ചൈനീസ് മെയ്ഡ് വെപ്പൺസാണ് അവരിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഡ്രോൺ ഫാക്ടറിയും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ഡ്രോണുകൾ വ്യാപിക്കുന്നത് നമുക്ക് വളരെ ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ ആർമി, നേവി, എയർഫോഴ്സ് മാത്രമല്ല, ഇന്ത്യയുടെ BSFും ഡ്രോണിന് വേണ്ടിയിട്ട് ഡ്രോൺ പരിശീലന കേന്ദ്രങ്ങളും ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളും ഒക്കെ ഇന്ത്യയും നിർമ്മിക്കുന്നുണ്ട്. നമ്മളൊട്ടും പുറകോട്ടല്ല. എന്നാലും ചുറ്റുമുള്ള ത്രെട്ടുകളൊന്നും നമ്മൾ കാണാതിരിക്കരുത്. അതിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കൂടുതൽ വിജിലൻ്റ് ആവുക, കൂടുതൽ നമ്മൾ ടാർഗറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക.